മിക്ക ദിവസങ്ങളും ഫ്ലഷ് ടാങ്കും ക്ലോസറ്റാണ് നമ്മുടെ പണികൾ വരുന്നത്, മെയിൻ്റെനൻസ് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവ്, ഇത് കണ്ടോ ഫ്ലോട്ട് വാൽവ്, ഇതാണ് അതിൻ്റെ ഫ്ലോട്ട് വാൽവ്. ഇത് സീഫോർഡ് എന്ന് പറയും കേട്ടോ. ഇത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ വെള്ളം നമ്മുടെ ടോയ്ലറ്റിനുള്ളിലേക്ക് വരുന്ന സീഫോർഡ് എന്ന് ഇതിന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് വാൽവ്. ഈ ടാങ്കിൽ വന്ന് വെള്ളം നിറയുന്ന ഒരു സാധനമാണ് ഈ ഫ്ലോട്ട് വാൽവ് കേട്ടോ. ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് മാറ്റണം. ഇതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വെള്ളം നിറഞ്ഞിട്ട് ഇത് മൊത്തം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നില്ല. അത് ഫ്ലോട്ട് ഇതിൻ്റെ വർക്കാവുന്നില്ല ഫ്ലോട്ട്. അപ്പോൾ ഒരു ലെവലിലായി കഴിഞ്ഞാൽ അത് നിൽക്കണം വെള്ളം, അല്ലെങ്കിൽ ഇത് മൊത്തം ഇതിനുള്ളിൽ കൂടെയൊക്കെ കറങ്ങി പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകും. അപ്പം അത് റീപ്ലേസ് ചെയ്യണതിൻ്റെ, അത് മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളൂ. അത് കാണിച്ചു തരാതെ എങ്ങനെ മാറ്റും. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ക്ലോസറ്റ് ആണെങ്കിൽ പലതരം ക്ലോസറ്റ് വരുന്നുണ്ട്. സൈഡിൽ ബോട്ടുള്ളത് വരുന്നുണ്ട്, ഇങ്ങനത്തെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണ്. അതിന് തന്നെ ഇങ്ങോട്ട് വരുന്നൊരു കണക്ഷൻ ഉണ്ട്, ഫ്ലെക്സിബ്ലോസ്. ഇതാണ് ഈ ഇവിടേക്ക് വരുന്ന ഇൻലൈറ്റ് വാൽവ്, ആംഗിൾ വാൽവ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു ഫ്ലെക്സിബ്ലോസ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ബോട്ടത്തിലേക്ക് കൊടുത്തിട്ട് അത് നമ്മൾ ഊരിയെടുത്ത് മാറ്റണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ ഒരു നെറ്റ് ഉണ്ട്, ഒരു ചെക്ക് നെറ്റ് ഉണ്ട്. ഇത് ചെക്ക് നെറ്റ്, ഇത് ഈ ചെക്ക് നെറ്റ് കേട്ടോ. ഇത് ഊരണം. ചെക്കിനിട്ട് ഊരിയെടുക്കണം കേട്ടോ. ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ആ പുതിയ നമ്മൾ മാറ്റാൻ പോകുന്ന ഇൻലെറ്റ് വാൽവ് കേട്ടോ. ഇൻലെറ്റ് ഫ്ലോട്ട് വാൽവ് കേട്ടോ. ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ടൈപ്പാണത്. ഇത് പല റേഞ്ചിലും പല റേറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് കാണാം കേട്ടോ. ഇത് പുതിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ ഊരി വെച്ചു, ഇനി ഇത് പുതിയത് നമ്മൾ മാറ്റാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വരിക. ഇതിന് ചെക്കിനട്ടിൻ്റെ അടിയിൽ ഇതിങ്ങനെയാണ് വരിക കേട്ടോ സാധാരണ. അപ്പോൾ അത് കാണാം അങ്ങനെ മാറ്റുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ ചെക്കിനട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് വാഷ് കാണാം. ഇത് അത്യാവശ്യമായിട്ട് ഇത് എന്തായാലും നോക്കണം. ഇത് ഇട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ നമ്മൾ വെള്ളം നിറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാഷ് വരും. ഇതിൽ കുറച്ച് സിലിക്കോണൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വാഷ് വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് സിലിക്കോൺ തേക്കാം. സിലിക്കോൺ തേക്കണം കേട്ടോ. സിലിക്കോൺ മസ്റ്റാണ്. അത് സിലിക്കോൺ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലീക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പേടി വേണ്ട കേട്ടോ. അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത്യാവശ്യം ഉണ്ടല്ലോ, സിലിക്കോൺ ഏറ്റവും നല്ലൊരു സാധനമാണ്. നമുക്ക് അത്യാവശ്യം ധൈര്യമായിട്ട് നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അതിനുള്ളിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഗുണം. സിലിക്കോൺ തേച്ച് കഴിഞ്ഞാൽ കണ്ടോ. ഈ വാഷറിന് സിലിക്കോൺ മേടിച്ച് തേക്കുക. അപ്പോൾ നമ്മളിത് ഡൗട്ടില്ല നമുക്ക് ലീക്ക് ആവുന്നുള്ളൊരു വിഷമം അല്ലെങ്കിൽ ടെൻഷനൊന്നും വേണം. നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കണമെന്ന് മുന്നേ ആ ഫ്ലോട്ട് വാൽവ് ഇതിലേക്ക് ഇറക്കി വെക്കാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുടച്ച് കളയാം. ഇതിൽ വെള്ളം ഉണ്ടാകുമ്പോഴേ സിലിക്കോൺ ഇടുമ്പോൾ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ സിലിക്കോൺ അത് പിടിക്കില്ല. അപ്പോൾ ആദ്യം ഇത് തുടക്കണം കേട്ടോ. സിലിക്കോൺ വയ്ക്കുമ്പോൾ എപ്പോഴും നോക്കണം വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം അതിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ. ഈ തുളയിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം കേട്ടോ. അതിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മളതിൻ്റെ ചെക്ക് നെട്ട്, ഇതാണ് അതിൻ്റെ ചെക്ക് നെട്ട് കേട്ടോ. ഈ ചെക്ക് നെട്ട് അതിൻ്റെ അടിയിൽ പിടിപ്പിക്കും. സിമ്പിളാണ് സംഭവം, സിമ്പിളാണ് കേട്ടോ. അത് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിനുള്ളിൽ ഈ വാഷ് കയറ്റിട്ടിട്ട് ഇതുകൊണ്ട് വലിച്ച് പിടിക്കുക. ഒരു കൈ കൊണ്ട് പതിനെ വലിച്ച് പിടിച്ചിട്ട് വാഷ് കയറ്റി വെച്ചിട്ട്, ഇത് ഞാൻ മൊബൈൽ പിടിച്ച് ചെയ്യണ കാരണമാണ്, ഒറ്റയ്ക്കാണ് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുകളിൽ കൂടെ പിടിക്കുന്നത് ശരിക്കും. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, സിമ്പിളാണ് കാര്യം. എന്നിട്ട് ഒരാൾ ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കണം. നമ്മളിങ്ങനെ അമർത്തി ലെവലിൽ പിടിക്കണത് കേട്ടോ. ലെവലിൽ പിടിച്ചില്ലെങ്കിൽ അത് സെറ്റപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ലെവലിൽ പിടിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടിയിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. ഒരാൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷം ഇത് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇത് തിരിയാൻ പാടില്ല. ഫ്ലോട്ട് വാൽവ് നമ്മൾ ഒരിക്കലും തിരിയരുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്ഥലം എങ്ങനെയാന്ന് നോക്കിയിട്ട് അത് ഫ്ലോട്ട് വാൽവ് വയ്ക്കാനുള്ള സ്ഥലം കറക്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മളതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ടൈറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ പിടിച്ചത്. ഇപ്പോൾ ടൈറ്റ് ആയിട്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കണത്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം വന്ന് ഓഫ് ആവും, ക്ലോസ് ആവും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഈ ഹോസ് ഇതിൽ പിടിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ട് കേട്ടോ. ഈ ഫിൽറ്റർ കണ്ടോ, ഈ ഫിൽറ്റർ ഇടണം നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് വരുന്നതിൽ കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്ലോട്ടിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ചിലപ്പോൾ സ്റ്റക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരു ഫിൽറ്ററാണ്, ഫിൽറ്റർ ടൈപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇടാം. ഓക്കെ, ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ത്രെഡ് കയറ്റുമ്പോഴേ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണ ത്രെഡ് കയറ്റുമ്പോൾ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വട്ടം ത്രെഡ് അങ്ങനെ മിസ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതിൻ്റെ, മനസ്സിലായോ? അത് കഴിഞ്ഞ് നമുക്ക് ഈ ആംഗിൾ വാൽവ് മാറ്റാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ആംഗിൾ വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ ആംഗിൾ വാൽവ് എപ്പോഴും നമ്മൾ ഈ സ്ക്രൂ സ്പാൻഡർ ഇട്ട് നമ്മളിത് അഴിക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ ഭാഗം വന്നിട്ടുണ്ടല്ലോ ഇവിടെ വന്ന് തട്ടുമ്പോൾ ചിലതിനൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നമുക്ക് അറിയണ കാരണമാണ്. പുതിയ ആൾക്കാരാകുമ്പോൾ അത് അറിയില്ല. അപ്പോൾ അവിടെ വന്ന് പൊട്ടാൻ ആംഗിൾ വാൽവിൻ്റെ അവിടെ ക്രാക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ഈ പൊട്ട തല്ലിപ്പൊളി വില കുറവിൻ്റെയൊക്കെ ഞങ്ങളുടെ വല വയ്ക്കുമ്പോഴാണ് അത് അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ കൂടുതൽ ടൈറ്റ് ചെയ്യുമ്പോഴേ പിടിച്ചമർത്തി ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അത് പൊട്ടാനായിട്ടുള്ള സാധ്യത കണ്ടമാനമുണ്ട്. ഇത് നമ്മൾ ഈ സ്റ്റോപ്പ് ഇവിടെ ഒരു വാൽവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അതവിടെ തുറന്നു. ഇവിടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെള്ളം വരുന്നു. അപ്പോൾ നമ്മളെ പണി സക്സസ് ആയിട്ടോ. പുതിയത് മാറ്റി കഴിഞ്ഞപ്പോൾ പണി പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ഇന്നത്തെ വർക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ, സിമ്പിൾ കേസാണ് കേട്ടോ. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനത്തെ പ്ലംബിങ് സംബന്ധമായ വീഡിയോകളുണ്ട്.
എൻ്റർടൈൻമെൻറ്റ് വീഡിയോകളുണ്ട്. എല്ലാ വീഡിയോകളും ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിച്ച് വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹനം തരണം കേട്ടോ. ഇത് മാത്രമല്ല, പലവിധ മെയിൻ്റനൻസ് വർക്കുകളും ഇലക്ട്രിക്കലായാലും പ്ലംബിംഗ് ആയാലും മെക്കാനിക്കലായാലും ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ചില അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരും. ഇതൊക്കെ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.